പശ്ചിമേഷ്യൻ യുദ്ധം വന്നു, പെട്രോളിൻ്റെ ഡീസലിൻ്റെയൊക്കെ വില കൂടി, നമ്മളാകെ ദുരിതമൊക്കെ അനുഭവിച്ചു. ഇപ്പോൾ ഇന്ന് കേൾക്കുന്നൊരു വാർത്ത, ചില പെട്രോൾ കമ്പനികൾ വില കുറച്ചതായിട്ടാണ്. പശ്ചിമേഷ്യൻ യുദ്ധം ഏതാണ്ട് ഒരു കോംപ്രമൈസിലൊക്കെ എത്തി നിൽക്കുന്ന സന്ദർഭമാണ്. എന്താണ് അതിനെക്കുറിച്ച് ഇപ്പോൾ കേൾക്കുന്ന ഏറ്റവും പുതിയ വാർത്തകൾ? ഒരു തിരുത്തുണ്ട്, അതിൽ ബഹുവചനമല്ല ഏകവചനമേ ഉള്ളൂ. ഒറ്റ കമ്പനിയേ ചില കമ്പനികളില്ല, ഒരാളേ ഉള്ളൂ, ഒരൊറ്റ കമ്പനിയേ ഉള്ളൂ. അത് നയര എന്ന് പറയുന്ന ഒരു സ്വകാര്യ കമ്പനി. ഈ നയര എന്ന് പറയുമ്പോൾ അതിന് ഒരു റഷ്യൻ ഫ്ലേവർ കൂടിയുണ്ട്. റഷ്യയുടെ പൊതുമേഖല എണ്ണ കമ്പനിയായ റോസ്നെഫ്റ്റ് ഏതാണ്ട് 49% വരെ ഷെയർ പങ്കാളിത്തമുള്ള സ്വകാര്യ മേഖലയിലുള്ള ഒരു കമ്പനിയാണ്. പിന്നെ അവർക്കുള്ള ഏക ഗുണം, ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ രണ്ടാമത്തെ റിഫൈനറി ഗുജറാത്തിൽ ഇവരുടെ സ്വന്തം പേരിലുണ്ട്. അപ്പോൾ ഇവർക്ക് സ്വന്തം നിലയിൽ എന്തും ചെയ്യാം എന്നുള്ളൊരു ഒരു സ്വാതന്ത്ര്യമുണ്ട്. ഇപ്പോൾ ഇന്ത്യയിലെ പുതിയ നയമനുസരിച്ച് എണ്ണ കമ്പനികൾക്ക് അവർക്ക് എണ്ണവില നിശ്ചയിക്കാം. പിന്നെ ഇതിൽ സ്വകാര്യ സംരംഭകരോട് കടന്നു വന്നതോടുകൂടി ഇക്കാര്യത്തിലൊരു കോമ്പറ്റീഷന് കൂടിയുള്ളൊരു അവസരം ഉണ്ടായി. നമ്മുടെ ഇപ്പോൾ ഈ ടെലഫോൺ അത് സ്വകാര്യവൽക്കരിച്ചപ്പോൾ BSNL കൂടി മത്സരിക്കാൻ മറ്റു സ്വകാര്യ കമ്പനികൾ വന്നപ്പോൾ പ്ലാൻ തമ്മിൽ വലിയ മത്സരം ഉണ്ടായല്ലോ, ഓരോ പ്ലാനുകൾ തമ്മിൽ. നമുക്ക് ഇഷ്ടമനുസരിച്ചുള്ള, നമുക്ക് ഇപ്പോൾ കുറെ കൂടി നെറ്റ് തരുന്നത് അല്ലെങ്കിൽ മറ്റ് പല പല സേവനങ്ങൾക്കും പല പല നിരക്ക്, ഇപ്പോൾ ഉപഭോക്താക്കൾക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. അതേ സമ്പ്രദായം തന്നെ ഈ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും ഒക്കെ കാര്യത്തിൽ വന്നു. ഈ നയര എന്ന് പറയുന്ന പെട്രോളിയം കമ്പനി ഇപ്പോൾ ഒരു തീരുമാനം എടുത്തേക്കാണ്. പെട്രോളിന് 5 രൂപയും ഡീസലിന് 3 രൂപയും വില കുറച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം ഇവര് ഉദാരമായി തന്നു എന്നതിനർത്ഥം കണക്കാക്കണ്ട. കാരണം ഈ പശ്ചിമേഷ്യൻ യുദ്ധം തുടങ്ങി പ്രതിസന്ധി തുടങ്ങിയ സമയത്ത് തന്നെ ഇവർ ഈ 5 രൂപയും 3 രൂപയും നേരത്തെ വർദ്ധിപ്പിച്ചതാണ്. ആ വർദ്ധിപ്പിച്ച തുക അവരിപ്പോ കുറച്ചു അത്രേ ഉള്ളൂ. അപ്പോൾ അതിന്റെ പ്രശ്നം എന്താ വെച്ചാൽ അവർ നേരത്തെ വർദ്ധിപ്പിച്ചത് കുറച്ചതല്ലേ ഉള്ളൂ എന്ന് വെക്കുമ്പോൾ വേറൊരു പ്രശ്നമുണ്ട്. നമ്മുടെ ഈ പൊതുമേഖല എണ്ണ കമ്പനികളുണ്ടല്ലോ, ഹിന്ദുസ്ഥാൻ പെട്രോളിയം, ഭാരത് പെട്രോളിയം, അവരെല്ലാവരും കൂടി ഈ പല ഘട്ടങ്ങളായി ഉയർത്തി 7.5 രൂപ വരെ പെട്രോളിനും ഡീസലിനും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഹിന്ദുസ്ഥാൻ പെട്രോളിയം അല്ലെങ്കിൽ മറ്റേതെങ്കിലും പൊതുമേഖല ഔട്ട്ലെറ്റിൽ നിന്ന് നമ്മൾ പെട്രോൾ വാങ്ങുന്നതിന് ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ ഉദാഹരണം പറയുന്നത് തിരുവനന്തപുരത്ത് പെട്രോളിൻ്റെ വില 115 രൂപ 49 പൈസയാണ്. കൊച്ചിയിൽ 113 രൂപ 66 പൈസയാണ്. നമ്മളിപ്പോൾ ഇന്ന് സംസാരിക്കാൻ തൃശ്ശൂരിൽ 114 രൂപ 19 പൈസയാണ് പൊതുവിപണിയിൽ പെട്രോളിൻ്റെ വില. എന്നാൽ നയരയിൽ നിന്ന് പോയി പെട്രോൾ അടിക്കുകയാണെങ്കിൽ 109 രൂപ 19 പൈസയ്ക്ക് കിട്ടും. അത് പക്ഷേ പമ്പുകളൊക്കെ കുറവാണ്. അതാണ് ഈ നയര എന്ന് പറയുന്ന ഔട്ട്ലെറ്റ് രാജ്യത്തുടനീളം 7000 ഔട്ട്ലെറ്റുകളേ ഉള്ളൂ. അവർ ഓരോ മാസവും എണ്ണം കൂട്ടിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ നമ്മൾ യാത്ര പോകുന്ന വഴിക്ക് ഒരു നയരയുടെ പമ്പ് കാണുകയാണെങ്കിൽ കയ്യിലുള്ള കാശിന് പെട്രോൾ അടിക്കുകയാണെങ്കിൽ വലിയ ലാഭമായിരിക്കും, ആദായ വിൽപ്പന നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ എന്തുകൊണ്ട് ഇങ്ങനെ കാര്യം, ഒരു വിപണിയിൽ 2 വിലയിൽ ഒരേ സാധനം വിൽക്കുമ്പോൾ അതിലൊരു പ്രശ്നമുണ്ടല്ലോ, ഒരു എന്താ പറയുക, അതിലൊരു ധാർമ്മികതയുടെ പ്രശ്നമുണ്ടല്ലോ. അപ്പോൾ ഇതിന്റെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് മത്സരാധിഷ്ഠിതമായി ഈ പറയുന്ന നയരയ്ക്ക് കുറെ കൂടി സൗകര്യപ്രദമായിട്ട് അവർക്ക് സ്വന്തം നിലയിൽ റിഫൈനറി ഉള്ളത് കൊണ്ട് അവർക്ക് ഈ ഉൽപാദന ചെലവ് താരതമ്യേന കുറവാണ്. സ്വന്തം റിഫൈനറി ഇപ്പോൾ മറ്റ് സ്വകാര്യ കമ്പനികളും ഈ രംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ റിലയൻസ്, ജിയോ, BP, സംയുക്ത, ഷെൽ എന്ന് പറയുന്നൊരു കമ്പനി. ഇപ്പൊ ഇവർക്കൊക്കെ റിഫൈനറികളിൽ നിന്ന്, ഇപ്പൊ റിലയൻസിന് സ്വന്തമായിട്ട് റിഫൈനറി ഉണ്ട്, ഇപ്പൊ മറ്റ് കമ്പനികൾക്കൊക്കെ മറ്റ് റിഫൈനറികളെ ആശ്രയിച്ചൊക്കെ എണ്ണ കണ്ടെത്തേണ്ടതുണ്ട്. അതേപോലെ പൊതുമേഖലയുള്ള എണ്ണ കമ്പനികൾക്ക് ഇതേപോലെ തന്നെ ചിലപ്പോൾ റിലയൻസിന്റെ റിഫൈനറിയിലായിരിക്കും അവർ കുറേയൊക്കെ എണ്ണ ശുദ്ധീകരിക്കുന്നത്. അപ്പോൾ അവരുടെ പ്രവർത്തന ചെലവ് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഈ ഇതുമായിട്ട് കമ്പയർ ചെയ്ത് അവർക്ക് ഈ വിലയ്ക്ക് വിൽക്കാൻ പറ്റില്ല. മറ്റൊന്നുകൂടിയുണ്ട്, ഈ പശ്ചിമേഷ്യൻ യുദ്ധം സംഘർഷം തുടങ്ങിയ സമയത്ത് ഈ റോസ്നെഫ്റ്റ് വില കൂട്ടിയിരുന്നു. പക്ഷെ പൊതുമേഖലയുള്ള എണ്ണ കമ്പനികളും ജിയോയും അപ്പോൾ വില കൂട്ടിയിരുന്നില്ല. മനസ്സിലായി. ഒരു 3-4 മാസം അവർ വലിയ നഷ്ടം സഹിച്ചുകൊണ്ട് തന്നെയാണ് വിൽപ്പന നടത്തിയത്. ഇപ്പോൾ 7.5 രൂപ പൊതുമേഖല എണ്ണ കമ്പനികൾ കൂട്ടിയപ്പോൾ അതേ നിരക്കിൽ തന്നെയാണ് റിലയൻസ് ഇപ്പോൾ പെട്രോൾ വിൽക്കുന്നത്. ഇപ്പോൾ 114 രൂപ നമ്മൾ ഭാരത് പെട്രോളിയത്തിന്റെ ഔട്ട്ലെറ്റിൽ നിന്ന് പെട്രോൾ അടിക്കുമ്പോൾ കൊടുക്കുന്നെങ്കിൽ അതേ നിരക്ക് തന്നെയാണ് ജിയോയുടെ ഔട്ട്ലെറ്റിലും കൊടുക്കേണ്ടത്. ആ ജിയോയ്ക്കും സ്വന്തമായിട്ട് റിഫൈനറി ഉള്ളതാണ്. പക്ഷെ അവര് ഈ റോസ്നെഫ്റ്റിന്റെ അതേ നയമല്ല സ്വീകരിച്ചിരിക്കുന്നത്. അവര് നേരത്തെ നഷ്ടം സഹിച്ചു. അപ്പോൾ ഇപ്പോൾ വില കൂട്ടിയപ്പോൾ നേരത്തെ ഈ പൊതുമേഖല എണ്ണ കമ്പനികൾ ഒപ്പം തന്നെ അവരും ഇപ്പോൾ വിൽക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്. ഇനി ഇതിൽ മറ്റൊരു സംഗതി കൂടിയുണ്ട്. ഈ നമ്മുടെ ഗ്യാസിൻ്റെ കാര്യത്തിലും ഒരു നമുക്ക് ആശ്വാസകരമായൊരു സംഗതി ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഗ്യാസിൻ്റെ ലഭ്യത, പെട്രോളിൻ്റെ കാര്യം, ഒരു കാര്യം കൂടി പറഞ്ഞ് നമുക്ക് ഗ്യാസിലോട്ട് കിടക്കാം. നേരത്തെ ചില സ്ഥലങ്ങളിലൊക്കെ
ഈ പെട്രോളിന്റെയും ഡീസലിന്റെയും വിൽപ്പനയിൽ നിയന്ത്രണം കൊണ്ടുവന്നിരുന്നു. അത് പൂർണ്ണമായിട്ടും പിൻവലിച്ചിട്ടുണ്ട്. അതുകൂടി പറയും. ഇനി ഗ്യാസിന്റെ കാര്യത്തിലേക്ക് വരാം. LPG കൊമേഴ്ഷ്യൽ സിലിണ്ടർ 19 കിലോയുടെ ഹോട്ടലുകളിലൊക്കെ ഉപയോഗിക്കുന്ന വലിയ സിലിണ്ടർ, അതിൽ 183 രൂപ 50 പൈസയുടെ കുറവുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഡൽഹിയിലെ വിലയാണ് ഞാൻ പറയുന്നത്. ഡൽഹിയിൽ 3113 രൂപ 50 പൈസയായിരുന്ന ആ സിലിണ്ടറിന്റെ വില 2930 കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഗാർഹിക സിലിണ്ടർ 14.2 കിലോഗ്രാം വരുന്ന ഗാർഹിക സിലിണ്ടറിന് ഡൽഹിയിലെ വില 942. ഇപ്പോൾ കേരളത്തിൽ ഏതാണ്ട് 900 രൂപയ്ക്ക് അടുത്ത് ഉണ്ടാകും എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കി വെക്കണം. അപ്പോൾ ഈ വാണിജ്യ സിലിണ്ടറിന് വില കുറഞ്ഞിട്ടുണ്ട്. വാണിജ്യ സിലിണ്ടറിന്റെ വില കുറഞ്ഞിട്ടുണ്ട്. ഹോട്ടൽ ഭക്ഷണത്തിനൊക്കെ ചെറുതായിട്ട് വില പിന്നെ കുറയും. പിന്നെ നോക്കിയിരുന്നു ഇപ്പൊ കിട്ടും. അത് കൂട്ടിയതൊക്കെ അത് കുറയുന്ന കാര്യമൊക്കെ വലിയ പാടാ. കുറഞ്ഞു. ഏതായാലും ഈ തരത്തിൽ നമ്മുടെ പൊതുമേഖലാ എണ്ണ കമ്പനികളാണ് അവര് വില നിയന്ത്രിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ വില നിലവാരമാണ് പൊതുജനങ്ങളെ കാര്യമായി ബാധിക്കുക. കാരണം നേരത്തെ പറഞ്ഞതുപോലെ പെട്രോൾ ഡീസലിന്റെ വിലയിൽ നയര എന്ന് പറയുന്ന സ്വകാര്യ കമ്പനി വിലക്കുറവ് വരുത്തിയാലും അവർക്ക് രാജ്യത്തുടനീളം 7000 ഔട്ട്ലെറ്റുകളേ ഉള്ളൂ. ഈ വിതരണ ശൃംഖലയുടെ 90% കൈകാര്യം ചെയ്യുന്നത് പൊതുമേഖലാ എണ്ണ കമ്പനികളാണ്. ഈ ഭാരത് പെട്രോളിയം, ഹിന്ദുസ്ഥാൻ പെട്രോളിയം, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ തുടങ്ങിയ പൊതുമേഖലാ എണ്ണ കമ്പനികൾ. അവർക്ക് മാത്രമേ 1,00,000-ലധികം ഔട്ട്ലെറ്റുകളുണ്ട്. പിന്നെ അതിന്റെ സബ്സിഡിയറി ആയിട്ട് ഇപ്പോൾ സപ്ലൈകോ ഒക്കെ ഏറ്റെടുത്ത് പല പല എണ്ണ കമ്പനികളുടെ ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവര് ഈ തരത്തിൽ വില കുറയ്ക്കാനായിട്ട് ഇതുവരെ സാധിച്ചിട്ടില്ല. അപ്പൊ എന്തുകൊണ്ട് അവര് ഈ ഒരു അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിലിന്റെ വില വല്ലാണ്ട് കൂടി, ഞങ്ങൾ വല്ലാണ്ട് നഷ്ടം സഹിച്ചു, അപ്പോൾ അങ്ങ് ആ സമയത്ത് തന്നെ കുറേശ്ശെ വില കൂട്ടിയിരുന്നെങ്കിൽ ഇത്രയും വലിയൊരു ഭാരം നമുക്ക് അത്രയ്ക്ക് പെട്ടെന്ന് അനുഭവിക്കില്ലായിരുന്നു. അപ്പൊ എന്തുകൊണ്ട് ആ സമയത്ത് വില കൂട്ടാതെ ഇങ്ങനെ 4-5 മാസം ഗ്യാപ്പ് ഇട്ട് നിർത്തിയിട്ട്, അതിന് ചില ട്രോളന്മാർ പറയുന്നുണ്ട് 4 സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നതുകൊണ്ട് കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടാണ് അന്ന് വില കൂട്ടാതിരുന്നത്. പക്ഷെ അതിന്റെ ചില വാസ്തവങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കണം. കാരണം ആ സമയത്ത് ക്രൂഡ് ഓയിലിന്റെ വില വല്ലാണ്ട് കൂടി നിൽക്കുന്ന ഒരു സമയം, വിപണിയിൽ വലിയ അനിശ്ചിതത്വം. ആ സമയത്ത് പെട്രോളിന്റെയും ഡീസലിന്റെയും വില വർദ്ധിപ്പിച്ചാൽ അത് വലിയ രീതിയിലുള്ള പണപ്പെരുപ്പത്തിന് കാരണമാകുമെന്ന് കൃത്യമായ നിർദ്ദേശം അല്ലെങ്കിൽ ആ ഒരു സാധ്യത ഇവർ കണക്കാക്കി. അപ്പൊ കേന്ദ്ര സർക്കാർ അവരെ ആ രീതിയിൽ വാൺ ചെയ്തിരുന്നു. ഇപ്പോൾ നിങ്ങൾ വില കൂട്ടിയാൽ വിപണി സാഹചര്യം വലിയ മോശമാണ്. അപ്പൊ അവർ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ നഷ്ടം അതെങ്ങനെ നഷ്ടം. അപ്പോൾ കേന്ദ്ര സർക്കാർ ഇടപെട്ട് പറഞ്ഞു ശരി, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ നികുതിയിൽ വലിയ കുറവ് വരുത്താം. അങ്ങനെ മറ്റേ എക്സൈസ് ഡ്യൂട്ടി അതേപോലുള്ളതിലൊക്കെ വലിയ കുറവ് വരുത്തി കൊടുത്തു. അപ്പോൾ കൂടാതെ ഈ പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റ് കൂടിയുണ്ട്. 4 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ഇപ്പൊ സാധാരണഗതിയിൽ ഈ പൊതുമേഖലാ എണ്ണ കമ്പനികൾക്ക് വിപണി നിലവാരം അനുസരിച്ച് വില നിർണ്ണയിക്കാൻ അധികാരം കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും അക്കാര്യത്തിൽ രാഷ്ട്രീയമായ തീരുമാനം കൂടി വരാറുണ്ട്. ഇപ്പൊ കേന്ദ്ര സർക്കാരിന്റെ അനുമതിയോടുകൂടിയേ അവർക്ക് വില വർധനവ് വരാൻ പറ്റുള്ളൂ. അപ്പൊ ആ ഒരു കാരണം കൂടി ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഒരു 3-4 മാസം ഇവര് ഒരു ദിവസം ഏതാണ്ട് 3000 കോടി രൂപ വരെയൊക്കെയാണ് ഡീസലിന്റെ കാര്യത്തിൽ മാത്രം അവർക്ക് നഷ്ടം ഉണ്ടായിരുന്നു. അപ്പൊ ആ നഷ്ടം ഇപ്പോൾ പരിഹരിച്ചുകൊണ്ടിരിക്കും. ഇപ്പൊ ക്രൂഡ് ഓയിലിന്റെ വില $72 താഴെ വന്നിട്ടുണ്ട്. ഇപ്പൊ വില കുറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. എന്നിട്ടും അവർ എന്തുകൊണ്ട് വില കുറയ്ക്കുന്നില്ല എന്നതിന്റെ ഉത്തരം ഇതാണ്. ഒരു 3-3.5 മാസത്തോളം വലിയ നഷ്ടം പൊതുമേഖലാ എണ്ണ കമ്പനികൾ സഹിച്ചിരുന്നു. അപ്പൊ ആ നഷ്ടം പരിഹരിക്കാനായിട്ടുള്ള ഒരു രീതി. പിന്നെ ചില ദിവസങ്ങളിൽ ചെറിയ നാമമാത്രമായ ഏറ്റക്കുറച്ചിലുകൾ ക്രൂഡ് ഓയിലിന്റെ വിലയിൽ ഉണ്ടാകാറുണ്ട്. ആ സമയത്തും ഈ പെട്രോളിൽ ഡീസൽ ഈ പൊതുമേഖല എണ്ണ കമ്പനികൾക്ക് നഷ്ടമുണ്ട്. പക്ഷെ അത് നമ്മൾ അറിയാറില്ല. അവര് അപ്പോൾ അത് മറ്റൊരു രീതിയിൽ അതിനെ ട്രീറ്റ് ചെയ്യുന്നത്. ചില സമയത്ത് വില കുറയാറുണ്ടല്ലോ. അപ്പൊ അതിൽ നിന്നുള്ള ലാഭത്തിൽ നിന്നായിരിക്കും അത്തരത്തിലുള്ള ചെറിയ നഷ്ടങ്ങൾ അവർ പരിഹരിക്കുക. അത് നമ്മളെ നോക്കാറുണ്ട്. പൊതുവിലൊരു വില വർധനവ് വരുമ്പോൾ ഇത്തരം കാര്യങ്ങൾ കൂടി, വിപണിയിലെ സാഹചര്യം എന്താണ്, പെട്രോൾ ഡീസൽ വില വർദ്ധിപ്പിച്ചാൽ പണപ്പെരുപ്പം പോലെയുള്ള പ്രശ്നങ്ങൾ വിപണിയിൽ വലിയൊരു ആശങ്ക സൃഷ്ടിക്കുമോ, അത് പിന്നെ ഭരിക്കുന്ന രാഷ്ട്രീയ കക്ഷിയുടെ രാഷ്ട്രീയ താല്പര്യത്തെ അടിസ്ഥാനമാക്കിയാണ്. ഇപ്പോൾ ഏതായാലും കേന്ദ്ര സർക്കാർ ഈ കാര്യത്തിൽ നയപരമായൊരു തീരുമാനം എടുക്കേണ്ടതുണ്ട്. ഇപ്പോൾ പെട്രോൾ ഡീസൽ വില ക്രൂഡ് ഓയിലിന്റെ വില കുറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഈ നയര പോലെയുള്ള സ്വകാര്യ കമ്പനികൾ വില കുറച്ച സാഹചര്യത്തിൽ രാഷ്ട്രീയ സമ്മർദ്ദം അതേപോലെ രാഷ്ട്രീയ വിമർശനവും ഏറാനുള്ള സാധ്യതയാണ്. അപ്പോൾ വരും ദിവസങ്ങളിൽ വലിയ താമസമില്ലാണ്ട് പൊതുവിപണിയിൽ പെട്രോൾ ഡീസൽ വില കുറയ്ക്കാൻ പൊതുമേഖലാ എണ്ണ കമ്പനികളും നിർബന്ധിതമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാവും.